അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സദ്യയിലൊക്കെ വിളമ്പുന്ന പിങ്ക് നിറത്തിലുള്ള പാലട പായസമുണ്ടല്ലോ, അതുപോലത്തെ ഒരു പായസവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് കഴിക്കാനുള്ള രസവും. നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഹൃദ്യമായ ഒരു പായസം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. 1.5 കപ്പ് ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള അടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായി വെക്കണം. ഇത് നന്നായി തിളക്കുമ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ഈ അട ഇട്ട് കൊടുക്കുകയാണ്. അട ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് 1 മിനിറ്റ് നേരം ഒന്ന് നന്നായി തിളച്ചാൽ മതി. എന്നിട്ട് മൂടി വെക്കണം 1/2 മണിക്കൂർ നേരം. അതിനുശേഷം മൂടി തുറന്ന് തണുത്ത വെള്ളത്തിൽ 3-4 തവണ ഒന്ന് കഴുകിയെടുക്കണം. ശേഷം ഇതിലെ വെള്ളം വാരാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റണം. ഇതിനെ ഒരു വശത്തേക്ക് മാറ്റി വെക്കണം. ഇനി നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് ഒരു കുറുക്ക് വഴിയിലൂടെയാണ്. സാധാരണയായി അടപ്പായസം ഉണ്ടാക്കുമ്പോൾ പാല് മണിക്കൂറുകളോളം തിളപ്പിച്ച് വറ്റിച്ചതിന് ശേഷമാണ് നമ്മൾ പായസം ഉണ്ടാക്കാറ്. എന്നാൽ ഞാൻ ചെയ്തെടുക്കുന്ന എളുപ്പമാർഗം എന്താണെന്ന് കാണാം. പഞ്ചസാര കാരമലൈസ് ചെയ്താണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. പായസത്തിനായിട്ട് എടുക്കുന്ന ചെമ്പിന്റെ അടി കട്ടിയുള്ളതായിരിക്കണം. ഒരു ചെമ്പിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കുക. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കായിട്ട് 1.5 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെമ്പ് ചൂടായതിനു ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഈ പഞ്ചസാര പതിയെ ഉരുകി വരണം. ഉരുകി ഒരു ഗോൾഡൻ കളറിലേക്ക് വരുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത്. പായസത്തിന്റെ രുചി പാടെ മാറിപ്പോകും. കൂടുതലായി പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ മുകൾ ഭാഗം മഞ്ഞയായിരിക്കും, അടിഭാഗം കളർ മാറുന്നത് കാണാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ മുകൾ ഭാഗത്തിന്റെ കളർ മാറി തുടങ്ങുമ്പോൾ പതിയെ ഒന്ന് ഇളക്കി നോക്കണം. നന്നായി ഉരുകിയതിന് ശേഷം ചെറിയൊരു ടിന്ന് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത ഉടനെ തന്നെ നന്നായി ഇളക്കണം. പതഞ്ഞു പൊങ്ങിയ മിൽക്ക് മെയ്ഡ് താഴ്ന്നു പോകുന്നത് വരെ, ലൂസായി കിട്ടുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ വിടാതെ. ശേഷം ഇതിലേക്കായി ചേർത്ത് കൊടുക്കുന്നത് 4 പാക്കറ്റ് പാലാണ്, അതായത് 2 ലിറ്റർ പാൽ. ചേർക്കുന്നതോടെ നമ്മൾ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ടോഫി രൂപത്തിലേക്ക് മാറും. ഇത് ഇളക്കി കൊടുത്ത് ലൂസ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒഴിച്ച പാലും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും എല്ലാം ഒന്നായി നന്നായി തിളച്ചു തുടങ്ങിയാൽ ഇതിലേക്കായിട്ട് നമ്മൾ ഊറ്റി മാറ്റി വെച്ച അട കുറേശ്ശെ ആയിട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി തിളച്ച് ഇത് കുറേശ്ശെയായിട്ട് വറ്റി തുടങ്ങിയാൽ ഇതിലേക്കായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പായസത്തിലേക്കായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തത് 1.5 കപ്പ് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്കായി ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും വറ്റിച്ചെടുക്കുക. പഞ്ചസാര കാരമലൈസ് ചെയ്താലും പാല് ചേർക്കുന്നതോടുകൂടി ഇതിൻ്റെ നിറത്തിന് മാറ്റം വരും. പിന്നെ ഇതിൻ്റെ തനതായ നിറം കിട്ടണമെങ്കിൽ പാല് വറ്റിയേ പറ്റുകയുള്ളൂ. 1 മണിക്കൂർ നേരം മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് മാറി മാറി ഇത് തിളക്കണം. തിളച്ച് വറ്റണം. 2 മിനിറ്റ് നേരം ഒന്ന് മാറി നിൽക്കുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലായിട്ട് പാട കെട്ടാനായിട്ട് തുടങ്ങും. നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ മതി, അത് ശരിയായിക്കോളും. എങ്കിലും അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പായസത്തിൻ്റെ സ്ഥിതി ഇതുപോലെയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം. 1 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്കും നന്നായി കട്ടിയായിട്ടുണ്ടായിരിക്കും. കണ്ട, നമ്മുടെ പായസം തയ്യാറായി കഴിഞ്ഞു. എന്താ ഭംഗി! കാണുമ്പോൾ തന്നെ മനസ്സ് നിറയുന്ന സംതൃപ്തി അല്ലേ? നെയ്യ് ഇതിൽ ഓൾറെഡി ചേർത്തതാണ്, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം നെയ്യിൽ അണ്ടിപ്പരിപ്പും കുറച്ച് ജീരകവും വറുത്തിടുകയാണ്. അപ്പോൾ പിങ്ക് പാലട പായസം ഉണ്ടാക്കാൻ അറിയാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.